F is equal to A into B plus C bar into AB plus A bar C all bar. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ അല്ലേ? അത് ശ്രീ ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡി മോർഗൻസ് പ്രിൻസിപ്പിൾ തന്നെയാണ്, അല്ലെങ്കിൽ ലോ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? F is equal to A into B plus C bar into A plus B, AB plus A bar C all bar. B plus AC bar ഇവിടെ എഴുതുമ്പോഴത്തേക്കും A into B plus C bar എന്ന് പറഞ്ഞാൽ എഴുതും. ഓൾ ബാർ. തിരിച്ചൊന്നുമില്ല, എ പുറത്തെടുത്തൊന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പം നമുക്ക് വീണ്ടും ഒന്നുകൂടെ എഴുതുകയാണെങ്കിൽ AB പ്ലസ് AC ബാർ ഇൻറ്റു ഈ ഓൾ ബാർ നമ്മൾ അങ്ങ് മാറ്റാൻ പോകുന്നു. അപ്പോൾ എന്തെഴുതി? എ ബാർ പ്ലസ് ബി സി ബാർ ഓൾ ബാർ. ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും എഴുതാം AB പ്ലസ് AC ബാർ ഇൻറ്റു എ ബാർ പ്ലസ് ഈ പറഞ്ഞ ഈ ടേമിനെ നമ്മൾ എന്താക്കുന്നു? നമ്മൾ ഒന്നാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ബി ബാർ സി എന്ന് വന്നു. കാരണം അകത്തേക്ക് വന്നപ്പം ബാർ രണ്ടും മാറി, പ്ലസിന് പകരം എന്ത് വന്നു? ഡി മോർഗൻ സപ്ലൈ ആണ്. ശരിയല്ലേ? ബി ബാർ സി എന്ന് വന്നു. ഇവിടുന്ന് നമുക്ക് വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് എ ബി പ്ലസ് എയും എ ബാറുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 0 ആയിപ്പോയി, സി ബാറും സിയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ആയിപ്പോയി, 0 ആയിപ്പോയി. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? എ ബി കിട്ടും. എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളാണ് ക്വസ്റ്റ്യൻ. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോളാം. സാലി ഓക്കെ ആണോ ഈ പറഞ്ഞു വന്നത്? ധനലക്ഷ്മി ക്ലിയർ അല്ലേ? അനുശ്രീ, നയന ഓക്കെ അല്ലേ? എ ബി കിട്ടിയ ആൻസർ കിട്ടിയ ഡൗട്ട് വല്ലതും ഉണ്ടോ? എല്ലാവരും ഓക്കെ ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. വളരെ സിമ്പിളാണ്. ഡി മോർഗൻ സപ്ലൈ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കപ്പോൾ ഈ പറഞ്ഞു വന്ന എ ബി എ പുറത്തെടുത്ത് നമ്മൾ ചെയ്തപ്പം അനുസരി ഓക്കെ ആണ് അല്ലേ? റൈറ്റ് റൈറ്റ് റൈറ്റ്. ഓക്കെ അല്ലേ സാരി? റൈറ്റ് റൈറ്റ് റൈറ്റ്. താങ്ക് യു താങ്ക് യു. ഓക്കെ റൈറ്റ് ഓക്കെ റൈറ്റ്. പറഞ്ഞ് നയന എല്ലാം ഓക്കെ ആണോ? ബാക്കിയുള്ളവരും പറയുന്നത്. ധനലക്ഷ്മി ഓക്കെ അല്ലേ? നയന, അനുശ്രീ ഓക്കെ അല്ലേ എല്ലാവരും? അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നറിയോ? അടുത്ത നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. എ ബി പ്ലസ് എ ബി ബാർ സി പ്ലസ് ബി സി ബാർ. സിംപ്ലിഫൈ. ഇന്നിപ്പോൾ നമ്മളെല്ലാം സോൾവ് ചെയ്യുന്ന ഏത് വെച്ചിട്ടാണ്? ബൂളിയൻ ഓൾജിബ്ര വെച്ചിട്ടാണ്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ബൂളിയൻ ഓൾജിബ്ര തൊടില്ല. നമ്മളെല്ലാം ഏത് ചെയ്യുള്ളൂ? കെ മാപ്പ് ചെയ്യുള്ളൂ. അപ്പോഴാ മാത്രമാണ് നമുക്ക് കൃത്യ സൊല്യൂഷൻസും എത്രയധികം സൊല്യൂഷൻ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വി വിൽ ഗോ ഫോർ എ കെ മാപ്പ് ഉള്ളി. പക്ഷേ ഇന്ന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എല്ലാം ഏത് വെച്ച് ചെയ്യും? നമ്മുടെ മെത്തേഡിൽ നമ്മൾ ഈ പറഞ്ഞ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ. എ ബി പ്ലസ് എ ബി ബാർ സി പ്ലസ് ബി സി ബാർ. സാലി, നയന, അനുശ്രീ ഓക്കെ അല്ലേ എല്ലാവർക്കും? ധനലക്ഷ്മി എല്ലാവർക്കും ക്ലിയർ അല്ലേ പറഞ്ഞിരുന്നത്? എ ബി പ്ലസ് എ ബാർ ബി സി പ്ലസ് ബി സി ബാർ. ശരിയല്ലേ? അതിൽ നിന്ന് നമുക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞു വന്ന ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ബി സി ബാർ അവിടെ നിർത്തുന്നു. എന്നിട്ട് ഇതിൽ ടേം എഴുതുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. ബി പുറത്തെടുത്തു, എ പ്ലസ് എ ബാർ സി പ്ലസ് ബി സി ബാർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞു വന്ന ഇതിൽ നിന്ന് എ പ്ലസ് എ ബാർ സിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് സി എഴുതാം. അപ്പം ബി എ പ്ലസ് സി ബി പ്ലസ് ബി സി ബാർ. സംശയം കേട്ടോ? ഇതിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. സി ബി ബി സി പ്ലസ്
ബി സി ബാർ എ ബി ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി എന്ത് കിട്ടും? സി ബി പ്ലസ് ബി സി ബാർ പറഞ്ഞ എന്ത് കിട്ടി? ഇതിൽ നിന്ന് ബാക്കി എന്തുള്ള സൊല്യൂഷൻ കിട്ടും പറയൂ. ബി സി ഉണ്ട്, ബി സി ബാറും ഉണ്ട്, എ ബി ഉണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ഏതായിരിക്കും? സോറി, നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ മാറി അല്ലേ? സോറി, ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ എ ബാർ, സോറി ഇവിടെ ബി, ഇവിടെയാണ്. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആവട്ടെ എഴുതിയപ്പം വ്യത്യാസം വന്നു അല്ലേ? ഇവിടെ ഒന്നുകൂടെ തിരുത്താം. നമ്മൾ എ ബി പ്ലസ് എ ബി ബാർ സി പ്ലസ് ബി സി ബാർ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എ പുറത്തെടുത്താൽ ബി പ്ലസ് ബി ബാർ സി, സോറി ഇവിടെ ബി സി ബാർ നിങ്ങൾ എഴുതിയപ്പോൾ അതുകൊണ്ടാണോ മിണ്ടായിരുന്നത് നിങ്ങൾ ഇതേവരെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ബി പ്ലസ് എ സി പ്ലസ് ബി സി ബാർ. ഇങ്ങനെ തന്നെയാണോ കിട്ടിയത് നിങ്ങൾക്ക്? യെസ്, അനുശ്രീ ദീപക് കണ്ടായിരുന്നു അല്ലേ? ബി ബാർ ആണ്, ബി ബാർ സി ആണ് എഴുതിയപ്പോൾ വ്യത്യാസം വന്നത്. യെസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ കിട്ടി. ഇപ്പൊ നമുക്ക് എ ബി പ്ലസ് എ ബി ബാർ സി പ്ലസ് ബി സി ബാർ. അപ്പൊ നിങ്ങൾ ഇത് റീറൈറ്റ് ചെയ്ത് താഴോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ എ ബി പ്ലസ് എ സി പ്ലസ് ബി സി ബാർ. ഇനിയും പറഞ്ഞ അനുസരി ആൻസർ എന്ത് വരും? എ ബി പ്ലസ് എ സി പ്ലസ് ബി സി ബാർ. പറഞ്ഞേ. എല്ലാവർക്കും ഓക്കെ അല്ലേ? നയന, സാലി, ധനലക്ഷ്മി ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? പറഞ്ഞേ. അപ്പൊ വാല്യൂ എന്ത് വരും? എ ബി പ്ലസ് എ സി പ്ലസ് ബി സി ബാർ. നമുക്ക് ഏത് ടൈം ഒഴിവാക്കാം? കിട്ടുന്നുണ്ടോ? അനുശ്രീ, ധനലക്ഷ്മി പറഞ്ഞു. നയന, സാലി ഓക്കെ ആണോ ഈ പറഞ്ഞു വരുന്നത്? എ ബി പ്ലസ് എ സി പ്ലസ് ബി സി ബാർ. ഇവിടെ നിന്ന് ആരുടെ ഡെലിറ്റ് ചെയ്യാം? നമുക്ക് എ ബിയുടെ ഡെലിറ്റ് ചെയ്യാം അല്ലേ? കാണുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് ഈ എ ബി ഡെലിറ്റ് ചെയ്യാം. എ സി പ്ലസ് ബി സി ബാർ. ഓക്കെയാണ്, ഇത് മതിയാവും. നമ്മൾ ഇക്വേഷൻ മുമ്പ് ഡിറൈവ് ചെയ്തതാണിത്. അതേതാണ്? കൺസെൻസ് ലോ വെച്ച് നമുക്ക് ഈ പറഞ്ഞ ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്. അപ്പോൾ ഇതിനടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു, ഇത് ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ലല്ലോ? എല്ലാവരും ഒന്ന് ചാറ്റിലേക്ക് വരുമോ? ഓക്കെ ഇട്ടാൽ മുന്നോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? ഇത് വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് പിന്നെ പറയാത്തത്. എ ബി നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. മുമ്പേ നമ്മൾ ചെയ്ത കൺസെൻസ് ലോ വെച്ചിട്ടാണ് ഈ പറയുന്നത്. എ ബി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ അനുശ്രീ? എല്ലാവരും ഒന്ന് ചാറ്റിലേക്ക് വരുമോ?
ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എഫ് ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ ബാർ സി പ്ലസ് സി ബാർ ഡി പ്ലസ് ബി ബാർ സി. എ ബി പ്ലസ് എ ബാർ സി പ്ലസ് സി ബാർ ഡി പ്ലസ് ബി ബാർ സി. ഇവിടെ നമുക്ക് എ ബി അവിടെ നിർത്തി, ഈ സി ബാർ ഡി ഇവിടെ നിർത്തി. മറ്റേ രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്തു? എ ബാർ പ്ലസ് ബി ബാർ ഇൻറ്റു സി. ഓക്കെ അല്ലേ? അപ്പം നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: എ ബി പ്ലസ് സി ബാർ ഡി പ്ലസ് എ ബി ഓൾ ബാർ ഇൻറ്റു സി. അതായത് ഡി മോർഗൻസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത്, ശരിയല്ലേ? അപ്പം ഇനിയും എ ബിയും എ ബാർ ബി ഇൻറ്റു സിയും എ പ്ലസ് എ ബാർ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതും? എ പ്ലസ് ബി എന്ന് ഇക്വേഷൻ എഴുതും, ശരിയല്ലേ? അബ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എ ബി എന്ന് പറഞ്ഞ ഒറ്റ ടൈമായിട്ട് കൺസിഡർ ചെയ്തു. എ ബി ഓൾ ബാറും ഉണ്ട് ഇവിടെ, ശരിയല്ലേ? അപ്പോൾ അതിൽ നമുക്ക് എന്ത് എഴുതാം? എ ബി പ്ലസ് സി ബാർ ഡി പ്ലസ് സി എന്ന് എഴുതും. ഒരു ഡൗട്ടും ഇല്ല. ഈ പറയുന്ന അബ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ. അതിൽ നിന്ന് പിന്നെ വീണ്ടും ഈ പറയുന്ന ഇക്വേഷൻ നോക്ക്: സി ബാർ ഡി പ്ലസ് സി എന്തെഴുതാം? സി പ്ലസ് ഡി എന്ന് എഴുതാം. കൂടെ ആരോട് ഉണ്ടാവും? എ ബിയുടെ ഉണ്ടാവും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആർക്കും സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? എ ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് കിട്ടും ആൻസർ. ഓക്കെ ആണോ? നമ്മുടെ അബ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സംശയമുണ്ടോ സാലി? അനുസരി പറഞ്ഞേ. ധനലക്ഷ്മി കേൾക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. മുന്നോട്ട് പോട്ടെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവരും ചാറ്റിലേക്ക് വരുമോ? എ ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? സാലി ഓക്കെ അല്ലേ? അനുശ്രീ ഓക്കെ അല്ലേ? എല്ലാവരും ചാറ്റിലേക്ക് വരുമോ? ധനലക്ഷ്മി ഓക്കെ അല്ലേ? പറഞ്ഞേ. നയന സംശയമുണ്ടോ? ഇത് ഓക്കെ അല്ലേ? മുന്നോട്ട് പോയിക്കോട്ടെ. നയന താങ്ക് യു. നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എ ബി സി ബാർ പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി പ്ലസ് സിംപ്ലിഫൈ. F is equal to A B C bar plus A B bar C plus A bar B C plus A B C. A B C bar plus A B bar C plus A bar B C plus A B C. Simplify. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുമോ? നിങ്ങളൊന്ന് ഇവിടെ ശ്രദ്ധിക്കുമോ? ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു 2 ABC എക്സ്ട്രാ ആഡ് ചെയ്യും.
ഇതിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ കാര്യം മനസ്സിലാവും ചോദിച്ചാൽ, ഇതിപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഇതിങ്ങനെ സോൾവ് ചെയ്യുന്നു. ഈ ക്വസ്റ്റിനൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ആരെ കൊണ്ടാണെന്നറിയോ? കെ മാപ്പ് കൊണ്ട്. ഞാൻ ഇപ്പോഴും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, കെ മാപ്പാണ് നമുക്ക് കൃത്യതയോടെ ആൻസർ കിട്ടുമെന്ന് ഉറപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ. കാരണം ഈ ബൂളിയൻ എക്സ്പ്രഷനിൽ ഇപ്പം ഈ ABC നിങ്ങൾ ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ സമയം എടുക്കും. കിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ വളരെ പെട്ടെന്ന് ആൻസർ വരും ഇനിയും നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞു വന്ന ബൂളിയൻ ഓൾജിബ്ര സൊല്യൂഷൻ വളരെ ലെസ്സേ ചെയ്യുള്ളൂ. ഇപ്പം ഡി മോർഗൻസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ, വേറെ മാർഗ്ഗമില്ല. പക്ഷെ സൊല്യൂഷൻ കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ ഏത് വഴിക്കേ പോകുള്ളൂ? കെ മാപ്പിലൂടെ പോകുള്ളൂ. കേട്ടോ? ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കളയും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ മനസ്സിലാവും നമ്മൾ ആ ABC എന്തിനാ ആഡ് ചെയ്തെന്നുള്ളത്. ആൻസർ കിട്ടിയോ? സാലി, നയന, ധനലക്ഷ്മി, അനുശ്രീ പറഞ്ഞ എല്ലാവരും ആൻസർ കിട്ടുന്നുണ്ടോ? നമുക്ക് ഇത് രണ്ടുകൂടെ ലിങ്ക് ചെയ്താൽ നമുക്ക് എന്തെഴുതാം? A ബാർ Aയുടെ പോയി BC കിട്ടി. ഇത് രണ്ടുകൂടെ ലിങ്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A ബാർ AC കിട്ടി അല്ലേ? B ബാറും Bയുടെ അങ്ങ് പോകും. ഇത് രണ്ടുകൂടെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AB കിട്ടും. അപ്പൊ ആൻസർ എന്തായിരിക്കും? AB പ്ലസ് AC പ്ലസ് BC. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പൊ ഇതേപോലെ സെയിം ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാണ്. F is equal to A ബാർ B ബാർ C പ്ലസ് A ബാർ B C ബാർ പ്ലസ് A ബാർ BC പ്ലസ് ABC. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഏത് ടേം ആയിരിക്കും നിങ്ങൾക്ക് പറയാവോ? പറഞ്ഞേ. AB പ്ലസ് സാലിക്ക് കിട്ടിയായിരുന്നു അല്ലേ? CA പ്ലസ് BC. റൈറ്റ്. AB പ്ലസ് AC പ്ലസ് BC. നയനയ്ക്കും കിട്ടി. ഓക്കെ റൈറ്റ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏത് ടേം ആയിരിക്കും ആഡ് ചെയ്യാൻ പോകുന്നത്? രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യണം, സിംപ്ലിഫൈഡ് ആയിട്ട് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടാൻ. ഏത് ടേം ആയിരിക്കും നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത്? പറയാവുന്നു. സാലി, അനുശ്രീ, നയനയ്ക്ക് കിട്ടിയായിരുന്നു അല്ലേ മുമ്പത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ. അപ്പം ധനലക്ഷ്മി പറഞ്ഞേ. ധനലക്ഷ്മി കുറിച്ച് മുമ്പത്തെ ആൻസർ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? A ബാർ B ബാർ C പ്ലസ് A ബാർ B C ബാർ പ്ലസ് A ബാർ BC പ്ലസ് ABC. ഈ ക്വസ്റ്റ്യനിൽ ഏതായിരിക്കും നമ്മളെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യും എളുപ്പ സൊല്യൂഷൻ കിട്ടാൻ. ഏത് ടേമിനെ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്? ധനലക്ഷ്മിക്ക് ഓക്കെയാണ് അല്ലേ? ഇനി പറഞ്ഞ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് കിട്ടും ധനലക്ഷ്മി? താലി, നയന പറഞ്ഞ ആൻസർ പറഞ്ഞേ. ഏത് ടേം ആയിരിക്കും? ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ടേം രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യാനുള്ള കാരണവും നമുക്കറിയാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്? പറഞ്ഞേ. ഇവിടെ ഏത് ടേം ആയിരിക്കും ആഡ് ചെയ്യുന്നത്? A ബാർ B ബാർ C പ്ലസ് A ബാർ B C ബാർ പ്ലസ് A ബാർ BC പ്ലസ് ABC. നിങ്ങൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നു. ഇവിടെ നോക്ക്. ഇവിടെ ABC ആഡ് ചെയ്യാൻ കാരണം 3 ABC ആഡ് ചെയ്തു. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ, ABCയിൽ നിന്ന് ഒരാളെ ഒറ്റ ഡിഫറൻസോ ഇവർക്ക് വന്നുള്ളൂ. ABCയിൽ നിന്ന് ഒറ്റ ഡിഫറൻസ് ഇവിടെ വന്നുള്ളൂ. ABCയിൽ നിന്ന് ഒറ്റ ഡിഫറൻസ് ഇവിടെ വന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും പറയൂ, ഇവിടെ ഒറ്റ ഡിഫറൻസ് മാത്രമുള്ള ടേം ഏതാ ഉള്ളത്? മനസ്സിലാവുന്നുണ്ടോ? ധനലക്ഷ്മി, സാലി, കാര്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ടോ? നമ്മൾ മുമ്പേ അങ്ങനെ ചെയ്യാൻ കാരണം ആ ബാക്കിയുള്ള 3 ടേമുകളും ഈ ടേമുമായിട്ട് ഒറ്റ ടേമിന്റെ ഡിഫറൻസേ വരുള്ളൂ, ബാറിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തൊന്ന് സൊല്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഏതോ ഒരു ടേമിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതേതാണ്? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? സാലി, അനുശ്രീ ആൻസർ പറഞ്ഞേ.
നമ്മുടെ ടേം അതായിരിക്കും. പറയൂ. നോ സാർ, സാരിക്ക് മനസ്സിലായില്ല. മുമ്പത്തെ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടല്ലോ, നമ്മുടെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്ക് സാരി, എ ബി സി എന്ന് പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ വാല്യൂവിന്റെ ഇവിടെ നോക്കുമ്പോൾ എ ബാർ, ഒരു എക്ക് മാത്രം ഒരു ബാർ കിട്ടി. അങ്ങനെ വന്നപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ബി സി കിട്ടി. ഇവിടെ നോക്ക്, ഇവിടെ ബി ബാർ മാത്രമായിരുന്നു എ ബി സി എന്നുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ സി കിട്ടി. ഇവിടെ എ ബി സിന്ന് എ ബി സി ബാർ, സി ബാറിന് മാത്രമാണ് സിയിൽ നിന്നുള്ള ഡിഫറൻസ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ സം ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബിയും കിട്ടി. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ പരിപാടി ചെയ്തത്. ഇവിടെ നമുക്ക് ഒരു ടേമിനെ കിട്ടും. ആ ടേമിനെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് ഈ ടേമിന് ഒറ്റ ഡിഫറൻസ് വരാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു ബാറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിന്റെ ഒറ്റ ഡിഫറൻസ് വരാവുള്ളൂ. അതേതായിരിക്കും ആ ടേം? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ സാലി? എ ബാർ, ബി ബാർ, സി ബാർ. അതിവിടെ ഇല്ലല്ലോ നയന, അവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. എ ബാർ, ബി ബാർ, സി ബാർ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ടേം നമുക്കില്ലല്ലോ. ഉണ്ടോ? പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്ക്, എ ബാർ, ബി ബാർ, സി ബാർ നയന പറഞ്ഞ പോലെ ഉണ്ടായിരുന്നെങ്കിൽ അവസാനത്തെ ടേമുമായിട്ട് 3 ഡിഫറൻസ് വരികയല്ലേ. എല്ലാത്തിനും ബാറില്ല എ ബി സിക്ക്. നയന ക്ലിയർ ആകുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? ഇവിടെ നമുക്ക് വേണ്ടത് സൊല്യൂഷൻ കിട്ടാൻ മുമ്പേ നമ്മൾ പോയത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ നയന? അവിടെ നമുക്ക് മറ്റേ ടേമുമായിട്ട് ഈ ടേമിന് ഒറ്റ ഡിഫറൻസേ വരാൻ പാടുള്ളൂ. ഒന്നിൽ ഒരു ബാറിനോ വല്ലതും ഡിഫറൻസ് വരണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ സൊല്യൂഷൻ കിട്ടുള്ളൂ. എ ബാർ, ബി, സി ബാറോ? അത് എ ബി സി ആയിട്ട് വെച്ച് നോക്ക്, ലാസ്റ്റ് ടേമായിട്ട് വെച്ച് നോക്ക്, എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? സാരി കാണുന്നുണ്ടോ? എ ബാർ, ബി, സി ബാർ ആണെങ്കിൽ ലാസ്റ്റത്തെ ടേം എ ബി സി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ രണ്ട് ഡിഫറൻസ് വരുന്നില്ലേ? അങ്ങനെ വരാൻ പാടില്ല. ക്ലിയർ ആകുന്നുണ്ടോ സാലി? നയനയ്ക്ക് ക്ലിയർ ആയോ? പറഞ്ഞു വന്ന്. എ ബാർ, ബി ബാർ, സി ബാർ എന്ന് പറഞ്ഞ ടേം ഇതിൻ്റെ അകത്തില്ല. അങ്ങനെ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഉള്ള ടേമിന് എ പ്ലസ് എ എന്ന് എഴുതിയാലും തെറ്റില്ല. ഇല്ലാത്ത ടേമിന് നമ്മൾ കൊണ്ടുവന്ന ഫംഗ്ഷൻ മാറിപ്പോയില്ലേ നയന? ക്ലിയർ ആകുന്നുണ്ടോ നയന ഞാൻ പറഞ്ഞു വരുന്നത്? സംശയം ഉണ്ടോ ചോദിക്കണം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ, നമുക്ക് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ നയന മനസ്സിലായി. ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു ചോദ്യം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാൻ ഏത് ടേമിനെ എടുക്കും എക്സ്ട്രാ ആയിട്ട്, അല്ലെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത്? നമ്മൾ ആദ്യമേ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അപ്പോൾ ഒരു ഉള്ള ടേമിനെ വീണ്ടും 1-2 പ്രാവശ്യം എഴുതിയാൽ ഫംഗ്ഷൻ ഒരു ഡിഫറൻസും വരുന്നില്ല. സൊല്യൂഷൻ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ മാർഗം ചെയ്തത്. അപ്പൊ അവിടെ നമ്മൾ എടുക്കുന്ന ടേം എ ബാർ, ബി, സി. റൈറ്റ്. ആരാണ്? അനുസരിയല്ലേ പറഞ്ഞത്? ഓക്കെ, റൈറ്റ് ആണ്. എല്ലാവരും കാണുന്നുണ്ടോ? എ ബാർ, ബി, സി ഓരോ ടേമുമായിട്ട് വെച്ച് നോക്കിയേ. എ ബാർ, ബി, സി ലാസ്റ്റ് ടൈമുമായിട്ട് വെച്ച് നോക്കിയാൽ ഒറ്റ ബാറിന്റെ ഡിഫറൻസേ വന്നുള്ളൂ. മുന്നത്തെ ടൈമുമായിട്ട് വെച്ച് നോക്കിയാൽ ഒരു സി ബാറിന്റെ ഡിഫറൻസേ വന്നുള്ളൂ. അതിന് മുന്നത്തെ ടൈമുമായിട്ട് വെച്ച് നോക്കിയാൽ ബി ബാറിന്റെ ഡിഫറൻസേ വന്നുള്ളൂ. സൊല്യൂഷൻ കിട്ടും. അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം? നിങ്ങൾ ആഡ് ചെയ്യണം. എന്ത്? എ ബാർ, ബി, സി. എ ബാർ, ബി, സി. ഇനി സൊല്യൂഷൻ എളുപ്പമാണ്. ഇത് ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. ഇത് ക്ലിയർ ആയ വളരെ സിമ്പിൾ ആണ് പരിപാടി. ഓക്കെ അല്ലേ? നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞേ.
അപ്പൊ ആൻസർ എത്ര കിട്ടി നമുക്ക്? അനുശ്രീ, സാലി, നയന പറഞ്ഞു. സാലിക്ക് ആൻസർ ഓക്കെ അല്ലേ? പറഞ്ഞത് ഇപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? നയനയ്ക്കും ഓക്കെ അല്ലേ? എ ബാർ സി പ്ലസ് എ ബാർ ബി പ്ലസ് ബി സി അല്ലേ? റൈറ്റ്. എ ബാർ സി പ്ലസ് എ ബാർ ബി പ്ലസ് ബി സി. റൈറ്റ് ആണ്. സാലിക്കും നയനയ്ക്കും ഓക്കെ അല്ലേ? ധനലക്ഷ്മി ക്ലിയർ അല്ലേ പറഞ്ഞിരുന്നത്? യെസ്. റൈറ്റ് ആണ്. സാലിക്കും ഓക്കെയാണ്. നയനയും പറഞ്ഞ്, മറ്റേ നമ്മുടെ ധനലക്ഷ്മിയും പറഞ്ഞ് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പുറത്തു പോയി, ബി സി കിട്ടി. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പം ഇവിടെ ആഡ് ചെയ്യല്ല, ഇവിടെ അല്ല, നമുക്ക് ഇവരെ രണ്ടുപേരുടെ മതിക്കും. ഇവിടെ നമ്മൾ എ ബാർ ബി ബാർ സിയുടെ ചെയ്യുമ്പം ബിയും ബി ബാറുടെ പോയിട്ട് എ ബാർ സി കിട്ടി. ഇനി ഇവരെ രണ്ടുപേരുടെ എ ബാർ ബി സി ബാറും സിയുടെ ആഡ് ചെയ്യുമ്പം എ ബാർ ബി കിട്ടി. അപ്പൊ എ ബാർ ബി എ ബാർ സി ബി സി കിട്ടി. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ നോക്കുമെന്ന് ഇംപ്ലിമെന്റ് ദി അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുവോ? യെസ്. എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് പറഞ്ഞാൽ എ എക്സോർ ബി ആണ്. അനുശ്രീ എന്ത് പറ്റി? അനുശ്രീക്ക് എ പ്ലസ് ബി കിട്ടിയല്ലോ. ഒന്നുകൂടെ ചെയ്തു നോക്കുക അനുശ്രീ. നമുക്ക് നയന കിട്ടുന്നത് എ ബി ബാർ പ്ലസ് എ ബാർ ബി അല്ലേ? യെസ്, എ എക്സോർ ബി ആണ്. യഥാർത്ഥത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറഞ്ഞു വന്ന ഈ ഡയഗ്രാം, ഇപ്പൊ കാണുന്ന ഡയഗ്രാം ഉണ്ടല്ലോ, ഏറ്റവും സിംപ്ലിഫൈഡ് ഈ പറഞ്ഞു വന്ന എക്സോർ ഗേറ്റ് ഉണ്ടാക്കുന്നതാണ്. ഏത് വെച്ചിട്ട്? നാൻഡ് ഗേറ്റ് വെച്ചിട്ട്. യെസ്. എഫ് ഈസ് ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ അനുശ്രീ? ഒന്നുകൂടെ ചെയ്തു നോക്ക്. സാലി ഒന്നും പറഞ്ഞില്ല, ധനലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അല്ലേ? റൈറ്റ്. ധനലക്ഷ്മി പറഞ്ഞേ. ധനലക്ഷ്മി കിട്ടിയോ? സാരിക്ക് കിട്ടിയോ? നമ്മൾ ഡി മോർഗൻസ് തെറ്റാതെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം നമുക്ക്. ശരിയല്ലേ? വളരെ കൃത്യതയോടെ അപ്ലൈ ചെയ്ത ആൻസർ കിട്ടും. കിട്ടുന്നുണ്ടോ? പറഞ്ഞേ. യെസ്. ധനലക്ഷ്മി കിട്ടി. ഇനിയും പറഞ്ഞേ. ഇനി ഒരാളൂടെ ഉള്ളൂ. പറഞ്ഞേ. സാലി പറഞ്ഞേ. സാലിക്ക് കിട്ടിയോ? നമ്മൾ ഡിമോർഗൻസ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു തരത്തിലും നമ്മൾ മാറാതെ കൃത്യതയോടെ നമ്മൾ നോക്കി അപ്ലൈ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ആൻസർ വരും. സാലി കിട്ടുന്നുണ്ടോ? എ ബാർ ബി പ്ലസ് എ ബി ബാർ. റൈറ്റ്.
അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് എന്താണെന്നറിയോ, ഈ കാണുന്ന ഡയഗ്രമാണ് ആക്ച്വലി നമ്മൾ നാൻഡ് ഗേറ്റ് വെച്ച് എക്സോർ ഗേറ്റ് റിയലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏറ്റവും സിംപ്ലിഫൈഡ് മാർഗത്തിൽ. ഓക്കെ അല്ലേ? യെസ് സാർ, യെസ്. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ വേറെയും ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നാൻഡ് ഗേറ്റും നോർ ഗേറ്റുമാണ് നമ്മുടെ എന്ത്, നാൻഡും നോറുമാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്. ശരിയല്ലേ? എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് അത് വെച്ച് വേണം ബാക്കിയുള്ള എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ഇതിൻ്റെ അത് വേറൊരു കേസ് പറയുകയാണെങ്കിൽ, ഇതോടെ ഒന്ന് നിങ്ങൾ ചെയ്യാം. പറഞ്ഞേ സാലി, ധനലക്ഷ്മി പറഞ്ഞേ. നയന കിട്ടിയല്ലേ? എ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ എന്താണത്? നയന, അതെന്താണ് എ പ്ലസ് ബി ഓൾ ബാർ എന്ന് പറഞ്ഞാൽ? നമുക്ക് എന്ത് പറയാം? എ ബാർ ഡോട്ട് ബി ബാർ. അത് തന്നെ. അപ്പൊ അതേതാണത്? എ ബാർ ഡോട്ട് ബി ബാർ. ഓക്കെ, റൈറ്റ് റൈറ്റ്. എന്റെ ചോദ്യം ഏതെന്ന് ചോദിച്ചാൽ ഇത് ഏത് ഗേറ്റ് ആണ്? നോർ ഗേറ്റ്. റൈറ്റ് റൈറ്റ് റൈറ്റ്. അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. അതിന് നോർ ഗേറ്റ് അല്ലെങ്കിൽ സാലി മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ഒന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എ പ്ലസ് ബി ഓൾ ബാർ ആണ് നോർ ഗേറ്റ്. റൈറ്റ് റൈറ്റ്, നോർ ഗേറ്റ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നതെന്നറിയോ, നമ്മളിപ്പോൾ സംസാരിച്ചു പോകുന്നതെല്ലാം മെയിനായിട്ട് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഓരോ ഗേറ്റും റിയലൈസ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് ഇക്വേഷൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് എഴുതാം. അപ്പം നമ്മൾ പറയുന്നത് number of NAND gate. Number of NOR gate. ഇത് റിയലൈസ് ചെയ്യാനുള്ള വേണ്ട ഏതാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പറയുന്നത് നോട്ട് ഗേറ്റ്. രണ്ടു പേർക്കും ഒരെണ്ണം മതി. അതെങ്ങനെയാണ് നമുക്കറിയാം? ശരിക്കും എന്താണ് നോട്ട് ഗേറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എ കൊടുത്താൽ മതി. കാരണം ഓൾറെഡി നോട്ട് ഉണ്ടല്ലോ. ഇവിടെ എ കൊടുത്താൽ ഇവിടെ എ ബാർ കിട്ടിക്കഴിഞ്ഞു. ഇത് ആർക്കും സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോട്ട് ഗേറ്റ് ആണെങ്കിൽ നാൻഡ് ഗേറ്റ് വെച്ചുണ്ടാക്കാനാണ്, നോർ ഗേറ്റ് വെച്ചുണ്ടാക്കാനാണെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. എ ബാർ കിട്ടി. ക്ലിയർ ആണോ? ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വെച്ചാൽ ആൻഡ് ഗേറ്റ്. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ പോലെ എഴുതി തരുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ പറയുന്ന ലാസ്റ്റ് ഈ പറയുന്ന ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇനി പരീക്ഷിക്കുന്നെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്പം തന്നെ സോൾവ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ചോദ്യം എന്നാ ചോദിച്ചാൽ, ഇത് പക്ഷെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആൻഡ് ഗേറ്റ് എത്ര ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും, നോർ ഗേറ്റ് കൊണ്ട്, ഈ പറയുന്ന ഓർ ഗേറ്റ് കൊണ്ടും, അല്ല നാൻഡ് ഗേറ്റ് കൊണ്ടും നോർ ഗേറ്റ് കൊണ്ടും, യൂണിവേഴ്സൽ ഗേറ്റ് വെച്ച് എത്ര വെച്ച്. അപ്പൊ ആൻഡ് ഗേറ്റ് പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം? നാൻഡ് പ്ലസ് എന്തുകൂടെ ചെയ്താൽ മതി? ഒരു നോട്ടൂടെ കൊടുത്താൽ മതി. ആൻഡ് ആയി കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് അത് കിട്ടി. ഇത് നോർ വെച്ചാണെങ്കിൽ 3 എണ്ണം വേണ്ടി വരും. ഇനി ഓർ ഗേറ്റ് ആണെങ്കിൽ ഇവിടെ 2 എണ്ണം മതി, ഇവിടെ 3 എണ്ണം വേണം. ഓക്കെ ആണോ? ഓർത്തിരിക്കണതെല്ലാം. അടുത്ത നമ്മൾ ഈ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഇതേതാണ്? നാൻഡ് വെച്ചിട്ട് നമ്മൾ നോർ ചെയ്യുന്ന സമയത്ത് എത്ര വേണ്ടി വന്നു? 4 എണ്ണം വേണ്ടി വന്നു. നാൻഡ് വെച്ചിട്ട് നോർ ചെയ്യുന്ന സമയത്ത് 4 എണ്ണം വേണം. എന്നാൽ നോർ ഗേറ്റ് വെച്ചിട്ട് നോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വേണം? അത് പറയണ്ടല്ലോ. നോർ ഗേറ്റ് നമ്മൾ പറഞ്ഞപ്പോൾ എത്ര പറഞ്ഞു? 4 പറഞ്ഞു. ഇനി അടുത്ത നാൻഡ് ഗേറ്റ് വെച്ചിട്ട്, നാൻഡ് ഗേറ്റ് കിട്ടണം നോർ വെച്ചിട്ടാണെങ്കിലും 4 എണ്ണം വേണം. ഓർത്തിരിക്കണം. ഇപ്പൊ ഇവിടെ ഇത് പറയേണ്ട കാര്യമില്ല. ഇനി അടുത്ത എന്താണ്? എക്സോർ. എക്സോർ നമ്മൾ ചെയ്തു വന്നപ്പോൾ എന്താ കണ്ടത്? 1 2 3 4. ശരിയല്ലേ? ഏത് വെച്ചിട്ട്? നാൻഡ് വെച്ചിട്ട്. ഈ പറഞ്ഞു വന്ന നോർ വെച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ 5 എണ്ണം വേണ്ടി വരും. ഇതേപോലെ എക്സ് നോർ ആണെങ്കിൽ ഇത് 4 എണ്ണം മതി, ഇത് 5 എണ്ണം മതി. അത് വളരെ സിമ്പിളാണ്, ഓർത്തിരിക്കാൻ. എക്സ് ഓർ ചെയ്തപ്പം നാൻഡ് വെച്ച് ഇപ്പം നമ്മൾ ചെയ്തായിരുന്നു, നമ്മൾ ചെയ്ത മെത്തേഡാണ്. അതിൻ്റെ കൂടെ ഒരു നോട്ടൂടെ കൊടുത്താൽ എന്തായി? എക്സ് നോറായി. ശരിയല്ലേ? അതേപോലെ തന്നെ എക്സോർ നമ്മൾ ചെയ്തപ്പം
എക്സ് നോറ് നമുക്ക് നോറ് വെച്ചിട്ട് 4 മതി. അതിൻ്റെ കൂടെ ഒരു നോട്ടുകൂടെ കൊടുത്താൽ പറഞ്ഞു വന്ന എക്സ് ഓറായി. ഓക്കെ അല്ലേ? സംശയമുണ്ടോ? ഒന്നുകൂടെ പറയണം. എക്സ് നോറ് ചെയ്യാൻ 4 ഗേറ്റ് മതി, നോർ ഗേറ്റ് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നോട്ടുകൂടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ എക്സോറായി. ഇനി എക്സോറ് നാൻഡ് വെച്ച് ചെയ്താൽ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തതാണ് 4 മതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നോട്ടുകൂടെ കൊടുത്തപ്പോൾ 5. ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിനാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ടേബിൾ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കും. കാരണം പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദിക്കാറുണ്ട് നമ്മുടെ പരീക്ഷ. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ധനലക്ഷ്മി? അനുശ്രീ ഓക്കെ അല്ലേ? സാലി ഓക്കെ അല്ലേ? നയന ഓക്കെ അല്ലേ? ഇവിടെ ഈ കാര്യം കൂടെ നമുക്കൊന്ന് ഓർത്ത് വെക്കണം. സംശയമുണ്ടോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവരും ഓക്കെ ആണോ? യെസ് യെസ്. നയനയ്ക്ക് ഓക്കെയാണ്, അനുശ്രീക്കും ഓക്കെയാണ്, സാലിക്കും ഓക്കെയാണ്. ഇനി ആരാ ഓക്കെ? ധനലക്ഷ്മി ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. ഇനിയിപ്പോ നമുക്ക് ബാക്കി കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഒരു കാര്യം പറയട്ടെ, 2-3 കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഞാൻ പരീക്ഷ ഇടുന്നുണ്ടാവും ഈ പോർഷന്റെ ഈ വീക്കിൽ അവസാനം ഒരു 20-25 ക്വസ്റ്റൻ ഉണ്ടാവും. നമുക്ക് അതിന്റെ സൊല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് ഒന്നീ ഗ്രൂപ്പിൽ പറയാം, അല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസ് ചെയ്യിക്കണമെങ്കിൽ ചെയ്യിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ സൊല്യൂഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ടി വരില്ല. കാരണം നിങ്ങൾ അതിനെ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ആൻസർ ഞാൻ എന്തായാലും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം നോക്കാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞു വന്ന വീക്കെൻഡിൽ പരീക്ഷയുടെ കാര്യം പറഞ്ഞു, പിന്നെ എന്തോ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറയുക, അവർ നിങ്ങൾക്ക് ഫോം ചെയ്ത് തരും. ഞാനും ആ ഗ്രൂപ്പിൽ കയറിക്കോളാം കേട്ടോ. അപ്പൊ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ധനലക്ഷ്മി, സാലി, അനുശ്രീ. താങ്ക് യു.